ാണ് സാലിഹീങ്ങളെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവര്? സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെയാണ് സാലിഹീങ്ങള്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഏത് സമസ്തയുടെ പണ്ഡിതന്മാരുടെ വഫാത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ, മഹാനായ ശംസുൽ ഉലമന്റെ വഫാത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ, കണ്ണയത്ത് ഉസ്താദിന്റെ വഫാത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ, മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ വഫാത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ, അത്തിപ്പറ്റ ഉസ്താദിന്റെ വഫാത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ, എന്റെ പ്രിയപ്പെട്ടവര്, കർണാടകയിൽ പരിശുദ്ധമായ സമസ്തയ്ക്ക് വേണ്ടി ശബ്ദിച്ച മഹാനായ കാസിം ഉസ്താദിന്റെ വഫാത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ, എപ്പോഴാ കാസിം ഉസ്താദ് വിട പറഞ്ഞത്? പരിശുദ്ധമായ അറഫാ ദിവസമല്ലേ? ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ അറഫാ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ സമയത്തല്ലേ മഹാനായ കാസിം ഉസ്താദ് നോമ്പ് നോറ്റ നിലയിലല്ലേ? പുണ്യമായ അറഫാ ദിവസമല്ലേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്? അങ്ങനെ സമസ്തയുടെ ഏതേത് പണ്ഡിതന്മാരെ എടുത്തു നോക്കിയാൽ അവിടൊക്കെ മരണങ്ങള് ഹൈറായ മരണമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നമുക്ക് നാളെ മരിക്കാൻ കിടന്നപ്പോ പറയേണ്ടി വരില്ല, അല്ലാഹുവേ ഞാൻ സാലിഹീങ്ങളുടെ കൂടെ ചേരാം അല്ലാഹുവേ, ഞാൻ സാലിഹീങ്ങളുടെ കൂടെയാകാം അല്ലാഹുവേ എന്ന് നമുക്ക് പറയേണ്ടി വരില്ല. ഈ കർണാടകയിലെ സമസ്തയുടെ മക്കൾക്ക് പറയേണ്ടി വരില്ല, ഇവിടത്തെ ചെറുപ്പക്കാർക്ക് പറയേണ്ടി വരില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സമസ്തയുടെ ഓരോ ആലിമിന്റെ മരണം എടുത്തു നോക്കിയാൽ അതൊക്കെ നമുക്ക് പകർത്താൻ കഴിയുന്ന മരണമാണ്. അവർ സഞ്ചരിച്ച പാത സത്യമാണ്, അവർ കൊടിച്ച പതാക സത്യമാണ്, അവരുടെ ആശയം സത്യമാണ്, അവരുടെ സംസ്കാരം സത്യമാണ്, അവരുടെ ആദർശം സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമസ്ത ഒരു ഗ്രൂപ്പല്ല മക്കളെ, അത് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ രൂപമാണ്.